my dear friends, welcome to Happy Beats TV. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ പോലെ ഇന്നും നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചാണ്. ഒരു ദിവസത്തിൻ്റെ ആരോഗ്യവും ഉന്മേഷവും മുഴുവൻ നിലനിർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന എന്താണ്? നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണമാണ്. അതാണ് ഒരിക്കലും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുതെന്ന് പറയുന്നത്. എന്നാൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് ദോഷമായിട്ട് ഭവിക്കുമോ? അങ്ങനെയുണ്ട് അല്ലേ? അങ്ങനെയുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന് നല്ലതായ ഓറഞ്ച് പോലുള്ള പഴങ്ങളും മധുര പലഹാരങ്ങളൊക്കെ വെറും വയറ്റിൽ കഴിക്കുന്നവരുണ്ട്. എന്നാൽ ഇത് കഴിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷകരമായിരിക്കും ഉണ്ടാവുക. ഫൈബറും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിഞ്ഞ വയറ്റിൽ കഴിക്കുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നതാണ്. അത്തരത്തിൽ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ഭക്ഷണങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. സിട്രസ് അടങ്ങിയ നാരങ്ങ വിഭാഗത്തിൽപ്പെട്ട പഴങ്ങളിൽ ഉയർന്ന തോതിൽ വൈറ്റമിൻ സി, ഫൈബർ, ആൻറ്റി ഓക്സിഡൻറ്റ്, പൊട്ടാസ്യം, കാൽസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവ ആസിഡ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ദഹന പ്രക്രിയയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് നെഞ്ചിരിച്ചിൽ അല്ലെങ്കിൽ വയറെരിയുക, പിന്നെ അതുപോലെ ഗ്യാസ് പോലത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് വെറും വയറ്റിൽ കഴിക്കാനായിട്ട് നല്ലതല്ല. അതുപോലെ തന്നെ പേരയ്ക്ക, ചെറുനാരങ്ങ, ഓറഞ്ച് ഇവയും വെറും വയറ്റിൽ നമ്മൾ കഴിക്കുന്നത് ഒഴിവാക്കുക. നമ്മൾ മിക്കവരും രാവിലെ വണ്ണം കുറയാൻ വേണ്ടിയിട്ട് ലെമൺ മിക്സ് ചെയ്തിട്ട് രാവിലെ ഡ്രിങ്ക് കഴിക്കാറുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഗ്യാസ് സംബന്ധമായ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇതുപോലെ എരിച്ചിലും ഇതൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കണക്ക് അത് നമുക്കുള്ള പ്രോബ്ലം ഒന്നും കൂടെ ഉയർത്തുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 1/9 ഇരട്ടിയായിട്ട് പ്രോബ്ലം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ലെമൺ ഇതുപോലെ തന്നെയുള്ള ഫ്രൂട്ട്സൊക്കെ രാവിലെ കഴിക്കുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കുക. ഇനി മറ്റൊന്നാണ് സബർജൻ പഴം. ക്രൂഡ് നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണമാണ് സബർജൻ പഴം. എന്നാൽ ഇത് വെറും വയറ്റിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സെയിം പ്രോബ്ലംസ് തന്നെ സബർജൻ പഴം കഴിച്ചാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെറും വയറ്റിൽ ഒരിക്കലും സബർജൻ പഴം കഴിക്കരുത്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയാണ്. വൈറ്റമിൻ സി ഉൾപ്പെടെ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് തക്കാളി. എന്നാൽ ഇതും വെറും വയറ്റിൽ കഴിക്കാനായിട്ട് പാടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ടാനിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് അസിഡിറ്റി ഒന്നും കൂടെ കൂട്ടാനും അതുപോലെ തന്നെ വലിയ ഗ്യാസ് ട്രബിൾ അല്ലെങ്കിൽ ഇങ്ങനെ ഗുമ്മൻ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനായിട്ടും കാരണമാണ്. വെറും വയറ്റിൽ ഒരുപാട് പേര് ഞാൻ കഴിക്കുന്ന കണ്ടിട്ടുണ്ട് വാഴപ്പഴം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വാഴപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുമാത്രമല്ല ചിലർ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഇത് കയ്യിൽ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു വാഴപ്പഴമൊക്കെ കയ്യിൽ കരുതിയിട്ട് പോകും. അപ്പോൾ വിചാരിക്കും ഇത് കഴിച്ചാൽ മതിയല്ലോ, ഇതായിരിക്കും ഏറ്റവും നല്ല ഭക്ഷണം, ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഇത് കഴിക്കാറുണ്ട്. അപ്പോൾ പൊതുവെ ദഹനത്തിന് നല്ല ഭക്ഷണമാണ് വാഴപ്പഴം. എന്നാൽ ഇതിൽ അമിതമായ അളവിൽ മഗ്നീഷ്യവും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെറും വയറ്റിൽ കഴിച്ചാൽ നമ്മളുടെ രക്തത്തിൽ പൊട്ടാസ്യത്തിൻ്റെ അളവിൽ ചേഞ്ചസ് വന്നിട്ട് അത് വളരെയധികം പ്രോബ്ലത്തിന് കാരണമാകും. അതുകൊണ്ട് വെറും വയറ്റിൽ ഒരിക്കലും വാഴപ്പഴം കഴിക്കാൻ പാടില്ല. ഇനി തൈരും മറ്റു പുളിച്ച പാലുൽപ്പന്നങ്ങളും കഴിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ നോക്കാം. തൈര്, വെണ്ണ, മോര് തുടങ്ങിയവയൊന്നും രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ല. കാരണം വയറിലെത്തിയാൽ ഹൈഡ്രോക്ലോറിക് ആസിഡായി മാറുകയും പാലുൽപ്പന്നങ്ങളിലുള്ള ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയെ നശിപ്പിക്കുകയും ചെയ്യും. അതുവഴി നമുക്ക് ഈ സെയിം പ്രോബ്ലം തന്നെ ഉണ്ടാവും. അസിഡിക് പ്രോബ്ലം ഉണ്ടാവും, ഗ്യാസ് ട്രബിൾ ഉണ്ടാവും. അതുകൊണ്ട് മോര്, തൈര്, വെണ്ണ എന്നിവ വെറും വയറ്റിൽ ഒരിക്കലും കഴിക്കാൻ പാടില്ല. ഇനി അടുത്തതായിട്ട് വേവിക്കാത്ത പച്ചക്കറികളാണ്. ഇതാണ് പലരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാറുള്ളത്. ക്യാരറ്റ്, ബീറ്റ്റൂട്ട് തുടങ്ങിയവ ഇത് വെറും വയറ്റിൽ കഴിക്കുന്നത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. എന്നാൽ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നത് ശരീരത്തെ ഒരു ഡേ ഫുള്ള് പോഷകസമ്പുഷ്ടമാക്കിയും ആരോഗ്യത്തോടെ നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് കോള പോലുള്ള പാനീയങ്ങൾ. ഇന്നത്തെ കാലത്ത് പലർക്കും ഒരു ശീലമാണിത്. കോള പോലുള്ള പാനീയങ്ങൾ രാവിലെ തന്നെ വെറും വയറ്റിൽ കഴിക്കുന്നത്. എന്നാൽ ഇതുണ്ടാക്കുന്നത് പലതരത്തിലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഇവ ഒരിക്കലും വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ല. ഇനി നെക്സ്റ്റ് എരിവുള്ള ഭക്ഷണങ്ങൾ. വെറും വയറ്റിൽ ഒരിക്കലും എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്. ഇത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നെഞ്ചിരിച്ചിലുണ്ടാക്കുകയും ചെയ്യുന്നു. അതുപോലെ വറുത്ത എരിവുള്ള മാംസങ്ങളും തീർച്ചയായിട്ടും ഒഴിഞ്ഞ വയറിൽ രാവിലെ തന്നെ കഴിക്കാൻ പാടില്ല. ഇനി അടുത്തത് അധികം മധുരമുള്ളവയാണ്. അത് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്ന പരമാവധി ഒഴിവാക്കേണ്ടതാണ്.
പല മധുരപദാർത്ഥങ്ങളുള്ളത് ഫ്രക്ടോസ് ആണ്. ഇത് മോശം ഫലമാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് ലഡു, ജിലേബി, അതുപോലെ തന്നെ കേക്ക് അങ്ങനെ തുടങ്ങിയ നമ്മൾ അധികം മധുരമുള്ളവയൊക്കെ രാവിലെ തന്നെ, അതായത് വെറും വയറ്റിൽ കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് തണുത്ത പാനീയങ്ങളാണ്. ചിലർ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തണുത്ത വാട്ടർ കുടിക്കുന്ന കാണാം, അല്ലെന്നുണ്ടെങ്കിൽ അതുപോലത്തുള്ള പാനീയങ്ങൾ കുടിക്കുന്ന കാണാം. ഒരിക്കലും ഇത് ചെയ്യരുത്. അതുപോലെ തന്നെ കോൾഡ് കോഫി രാവിലെ തന്നെ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ല. ഇതും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ചെറിയ ചൂടുവെള്ളം, അതായത് മിതമായ ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് നമ്മളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമയാർന്ന സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.